അപ്പോൾ ഇന്ന് നമുക്ക് ഒരു നാരങ്ങാവെള്ളം എടുത്താലോ? പള്ളിയിലൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വെയിലൊക്കെ കൊണ്ടുവന്നാണ്. അപ്പോൾ ഒരു നാരങ്ങാവെള്ളം എടുക്കുക. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ എങ്ങനെയാണ് നാരങ്ങാവെള്ളം എടുക്കുന്നത് കാണിച്ചു തരാമേ. എൻ്റെ സ്പെഷ്യൽ നാരങ്ങാവെള്ളത്തിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനിതേ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ക്ലീനാക്കി ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്ന ഒരു 3 ഏലക്കായാണ്. ഒരു 4 എണ്ണോട്ട് കുഞ്ഞായോണ്ട് 3 ഏലക്കായ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു 6 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനൊരു 5 ഗ്ലാസ് നാരങ്ങാ വെള്ളമാണ് എടുക്കുന്നത്. മധുരമൊക്കെ അവനവൻ്റെ ആവശ്യത്തിന് വേണമെങ്കിൽ അത് കൂട്ടിയിട്ട് വേണം. ഇനി നമുക്കതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഞാൻ അതിനകത്ത് ആവശ്യത്തിന് വന്ന് ഞാൻ ഇത്രയും വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതൊന്ന് അടച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ. നമുക്കൊന്ന് അടിച്ചെടുക്കാവേ. നമ്മൾ ജ്യൂസൊക്കെ അടിക്കുന്നതിലൊന്ന് നിർത്തി ഒന്ന് അടിച്ചെടുക്കാവേ. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കാവേ. നല്ല ഇഞ്ചിയുടെ ഏലക്കാടയൊക്കെ നല്ലയാണ് ഇത് വരുന്നുണ്ട്. ഇനി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 4 നാരങ്ങയാണ്. ഇത് നമുക്ക് പിഴിഞ്ഞ് അതിനകത്തോട്ട് ഈ വെള്ളത്തിനകത്തോട്ട് നമുക്ക് ചേർക്കാവേ. നല്ലൊരു നീരുണ്ടെങ്കിൽ ഇപ്പം 2 എണ്ണം 3 എണ്ണം ആയാലും മതി. പക്ഷേ ഇത് ഇച്ചിരി നീര് കുറവാണ്, അതുകൊണ്ട് ഞാൻ ഒരു 4 എണ്ണം എടുത്ത് വെച്ചു. ഇച്ചിരി പുളി വേണമല്ലോ. ഇതിനകത്തിപ്പോൾ നമുക്ക് സോഡ വേണ്ടിയവർക്ക് സോഡ ഒഴിക്കാം. ഞാനിപ്പോൾ സോഡ വേണമെങ്കിൽ അടിച്ചൊഴിക്കാൻ എനിക്ക് സോഡയുടെ ഇത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ സാധാ നമ്മുടെ ലൈമായിട്ട് എടുക്കുന്നതേ ഉള്ളേ. ഇതെല്ലാം നമുക്കിതുപോലെ തന്നെ ഒന്ന് പിഴിഞ്ഞ് വയ്ക്കും. ഇനി നമുക്കിതിനകത്തോട്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാവേ. തണുപ്പ് എന്തേരം വേണോ അതനുസരിച്ചുള്ള ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളതിനകത്തോട്ട് ഒരു ശകലം ഉപ്പും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് അങ്ങനെ നമ്മൾ എവിടെയൊക്കെ പോയിട്ട് ഇതുപോലെ പരവേശപ്പെട്ട് വരുമ്പോൾ പെട്ടെന്നുള്ള നാരങ്ങാവെള്ളം റെഡിയായി. ഒന്ന് ഇളക്കി എടുത്തേച്ചാൽ മാത്രം മതി. നല്ല അടിപൊളി നാരങ്ങാവെള്ളം വേണമെങ്കിൽ ഇതിനോട് തിരിച്ചുകൂടെ ഊറ്റിയാൽ ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ ഞാൻ നാരങ്ങാവെള്ളം എടുത്ത് ഞാൻ കുടിച്ച് നോക്കിയിട്ട് എങ്ങനെയാണ്. അടിപൊളി നാരങ്ങാവെള്ളം ഈ ചൂടത്ത് പള്ളിയിലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴും അല്ലെ എവിടെയൊക്കെ പോയിട്ട് വരുമ്പോഴും നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നാരങ്ങാവെള്ളം ഉണ്ടാക്കി നോക്കണേ. സിമ്പിളായിട്ടാണ്. ഇനിയിപ്പോൾ സോഡ വേണ്ടിയവർക്ക് സോഡ ഒഴിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ എനിക്ക് സോഡ വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.